ത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ഷൈജി തെരേസ. അതുകൊണ്ടാണ് ഞാൻ ഷൈജി എന്ന് കൂട്ടി പറഞ്ഞത്. ഞാൻ ചാലക്കുടി പരിയാരത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഇപ്പോൾ 48 വയസ്സായി എനിക്ക്. കാരണം വയസ്സ് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ 95-97 ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എൻ്റെ ഒരു കോഴ്സ് പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഞാൻ പഠിച്ചിറങ്ങി അന്ന് തുടങ്ങി ഞാനൊരു PSC ടെസ്റ്റ് എഴുതും. ഞാൻ വിചാരിക്കും ഞാനാണ് ഏറ്റവും വലിയ പഠിപ്പിസ്റ്റ് എന്ന് വിചാരിച്ച് ഞാൻ പഠിക്കും, പരീക്ഷയ്ക്ക് പോവും, ഞാൻ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ പെടും. എൻ്റെ തൊട്ട് മുമ്പിലുള്ള ആൾ വരെ മെയിൻ ലിസ്റ്റിൽ കയറി പോകുമ്പോൾ ഞാൻ പുറത്ത് വെക്കും. അപ്പോൾ ഞാൻ എന്നിലാണ് ആശ്രയിച്ചായിരുന്നു അത്ര നാൾ വരെ. ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ നിന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് റിസർവേഷനുള്ള കാരണം കൊണ്ട് 2020 ഒരു പരീക്ഷ വന്നു. കോവിഡ് ആയ കാരണം കുറച്ച് പരീക്ഷ നീണ്ടു പോയിരുന്നു. അപ്പോൾ റിസർവേഷനിൽ 41 വയസ്സ് വരെ എഴുതാമെന്നുള്ളത് കൊണ്ട് ഞാനും അപേക്ഷിച്ചു, ഞാനും പരീക്ഷ എഴുതി. 2021 അതിൻ്റെ റിസൾട്ട് വന്നില്ല. കോവിഡ് ആയ കാരണം കൊണ്ട് 22 അതിൻ്റെ റിസൾട്ട് വരുമെന്ന് പബ്ലിഷ് ചെയ്യുന്ന അറിയിച്ചത്. അതിനെ തുടർന്ന് ഞാനിവിടെ വന്ന് 15/5/2022 ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം തന്നെ എഴുതി എനിക്കൊരു ഗവൺമെൻറ് ജോലിയാണ് എഴുതിയത്. അത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് എഴുതിയത്, ഞാൻ ആ പരീക്ഷയിൽ ഞാൻ പാസ്സാവും, അപ്പോൾ ലിസ്റ്റിൽ എൻ്റെ പേര് വരും, എനിക്ക് ഈ ജോലി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. പക്ഷേ പുതുക്കാനായിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ 21/8/2023 ഞാൻ വീണ്ടും വന്നു. ആ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് റിസൾട്ട് വന്നു. ഞാൻ ലിസ്റ്റിൽ പെട്ടിട്ടില്ല, ഞാൻ തോറ്റു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് വെറുതെ അത് എഴുതിയിട്ട് കാര്യമില്ല, അതിനായിട്ട് സാധ്യമല്ല. കാരണം എനിക്കിനി ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനോ ഒരു പരീക്ഷ എഴുതാനോ എന്നെക്കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ നിയോഗം മാറ്റി പുതുക്കിയതിൽ എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ് എഴുതിയത്. പക്ഷേ എൻ്റെ മാതാവിന് എന്നെക്കുറിച്ച് നല്ല ചിന്ത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഉടമ്പടി എടുത്തപ്പോഴാണ് ആത്മീയത എന്താണെന്ന് കൃത്യമായിട്ടുള്ളൊരു അറിവ്. ഹിന്ദു ആയതുകൊണ്ടായിരിക്കാം, കുറേ ജപമാല ചൊല്ലും, മറ്റുള്ള പ്രാർത്ഥനകൾ ചൊല്ലും. പക്ഷേ ഈ പറയുന്ന രീതിയിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരായിരുന്നു. എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് പോലും ഞാൻ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം അതിലൊക്കെ മാറ്റം വന്നു. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് ദൈവം തന്നു. റോമ 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം എന്നുള്ള വചനമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് വെച്ച് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ജോലിക്ക് കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ള കാരുണ്യ പ്രവൃത്തികളും ഒക്കെ ചെയ്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി 2023 ജനുവരിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അതായത് 2020 പരീക്ഷ എഴുതിയിട്ടുള്ള ആ ലിസ്റ്റ് റദ്ദാക്കി. അതിനുശേഷം അന്ന് പരീക്ഷ എഴുതിയ എല്ലാവരെയും സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് PSC വീണ്ടും ഒരു PSC ടെസ്റ്റ് ഓൺലൈൻ നടത്താമെന്നും പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഞാനും അതിൽ പെട്ടു. അങ്ങനെ പരീക്ഷയ്ക്ക് പോയി. എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് വലിയ വശമില്ല. ഞങ്ങൾ പഠിക്കുമ്പോൾ 95 കമ്പ്യൂട്ടർ ഉപയോഗിക്കലില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സെൻറ്റ് ജെയിംസിൻ്റെ പ്രൈവറ്റ് ഒരു സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അവിടുത്തെ BSc ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എന്നോട് കമ്പ്യൂട്ടർ ഓണാക്കാനും ക്ലിക്ക് ചെയ്യാനും സേവ് ചെയ്യാനും പഠിപ്പിച്ചു. ഇത്രയേ എനിക്കറിയുള്ളൂ. പക്ഷേ ഞാൻ പരീക്ഷയ്ക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി. പരീക്ഷയുടെ സമയം നോക്കിയപ്പോൾ 11:15 എന്നുള്ളത് ഞാൻ 11:45 എന്നാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചെന്നു. 11:15 എന്നുള്ളത് 11:30 ആവാറായി. ഞാൻ ചെന്നപ്പോൾ കാശ് രൂപം കൊണ്ടാണ് പോയത്, ഉപ്പും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. PSC ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കയറി വഴി ഉപ്പിട്ടു. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒറ്റ മനുഷ്യനും കാണാനില്ല. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞ് എല്ലാവരും പരീക്ഷയ്ക്ക് കയറി, വെരിഫിക്കേഷനാണ്. അപ്പം ഞാൻ കാശ് രൂപം മുറുക്കി പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ അവസാനത്തെ പരീക്ഷയാണ്, എനിക്കിനി പരീക്ഷ എഴുതാൻ പറ്റില്ല, നീ ഇതെന്നെ എഴുതിച്ചേ പറ്റുമെന്ന് വാശി പിടിച്ചാണ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞത്. അപ്പോൾ തന്നെ ആ സാറ് മോളിൽ പോയിട്ട് ഇൻവിജിലേറ്ററോട് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു എന്നോട് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ കയറി ഷട്ടർ ഇടാൻ പറഞ്ഞു, ഷട്ടർ ഇട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മൗസ് കൊണ്ടുപോകുന്നതിനനുസരിച്ച് എൻ്റെ തല ചെന്ന് അപ്പുറത്തെ ക്യാബിനിലിടിക്കും. കാരണം എനിക്കിത് ഉപയോഗിക്കാൻ അറിയില്ല. എൻ്റെ കൈ മാത്രം, എൻ്റെ ശരീരം മൊത്തം ഇങ്ങനെയാണ്. അവർക്കും ഒരു അസ്വസ്ഥതയായിരുന്നു. പക്ഷേ ആ സാറ് വളരെ നല്ല ഇതോടുകൂടി എന്നോട് പറഞ്ഞു, പേടിക്കേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഒരു ഇത് തന്നിട്ട് അതിന് ശേഷം ഞാൻ പരീക്ഷ എഴുതി. 100 96 ഞാൻ ആൻസർ ചെയ്തു. ലാസ്റ്റ് ആവാറായി. ഇപ്പോൾ സമയമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ സാറ് പറഞ്ഞു എല്ലാവരും നോക്ക്, ആൻസർ ചെയ്തൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ 46 ഞാൻ സേവ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ക്ലിക്ക് ചെയ്ത് പോയി. പക്ഷെ സേവ് ചെയ്യാൻ മറന്നുപോയി. മറക്കല്ല, എനിക്ക് അറിയില്ലായിരുന്നു. അവസാനം ലാസ്റ്റായപ്പോൾ കിട്ടണതൊക്കെ ചെയ്ത് ഞാൻ പരീക്ഷ എഴുതി തിരിച്ചിറങ്ങി വന്നു. പിറ്റേ ദിവസം എൻ്റെ ആൻസർ കീ കണ്ടു. ആൻസർ കീ കണ്ടപ്പോൾ
38.6 മാർക്കാണ് ഞാൻ കണക്ക് കൂട്ടി നോക്കിയിട്ട് എനിക്കുള്ളൂ. ബാക്കി എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായി ഞാനത് ഉപേക്ഷിച്ചു. പക്ഷേ ദൈവത്തിന്, മനുഷ്യർക്ക് അസാധ്യമായി ദൈവത്തിന് സാധ്യമായിരുന്നു. 2023 ഫെബ്രുവരി 2 എഴുതി പരീക്ഷ, അതിൻ്റെ റിസൾട്ട് ജൂലൈയിൽ തന്നെ പബ്ലിഷ് ചെയ്തു. തൃശ്ശൂർ ജില്ലയിൽ 123 പേര് മെയിൻ ലിസ്റ്റിൽ കയറി. 57ാമത്തെ റാങ്കായിട്ട് ഞാനും കയറി. 38 കട്ട് ഓഫ്. അപ്പോൾ മാതാവ് എനിക്ക് വേണ്ടിയ കട്ട് ഓഫ് 38 മാറ്റി. ഞാനങ്ങനെ കിട്ടി കഴിഞ്ഞപ്പോൾ ഇനി ലിസ്റ്റിൽ കയറിയിട്ട് കാര്യമില്ല. നമ്മൾ 3 വർഷത്തിനുള്ളിൽ ലിസ്റ്റ് കാലാവധി കഴിയും. അതിനു മുമ്പ് ജോലി കിട്ടണമെങ്കിൽ ഒരുപാട് ഒഴിവുകൾ വേണം. അതിന് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. ചൊല്ലിയതിൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് 58 പേര് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് 2 നിന്നും ഗ്രേഡ് 1 ആയിട്ട് പ്രൊമോഷനായി. ഈ 58 പേരിൽ 39ാമത്തെ ആളായിട്ട് ഞാൻ PSCയിൽ പാസ്സായി ജോലിക്ക് കയറി. ഇപ്പോൾ 8 മാസമായി ഞാൻ ജോലിക്ക് കയറിയിട്ട്. പിന്നെ അതുമാത്രമല്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള FHSൽ തന്നെയാണ് എനിക്ക് ജോലിയും ദൈവം തന്ന് അനുഗ്രഹിച്ചത്. അപ്പം അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആത്മീയതയിൽ എനിക്ക് വളരെ ഉയരാനായിട്ട് സാധിച്ചു. ബൈബിൾ വായന, അതുപോലെ തന്നെ പ്രാർത്ഥന എല്ലാം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. പള്ളിയിൽ പോകാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സാധിച്ചു. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞോളൂ, അമ്മേ മാതാവ് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേന്ന്. ആ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം അത് പാലിച്ചു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ദൈവത്തിൻ്റെ മകളായി ജീവിച്ച് തീരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയ ദൈവത്തിനും തിരുകുമാരനും 1000 നന്ദി. ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന